50 വയസ്സ് മുതലുള്ള അമ്മമാർക്ക് എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. എന്നുവെച്ചാൽ ബാക്കിയാരും വരണ്ട, നോക്കണ്ട, ചെയ്യേണ്ടെന്നല്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്നെ എടുത്തേക്കുന്നത്. കാരണം ചില ആൾക്കാർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടും എടുക്കാൻ പറ്റില്ല. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഷോർട്ടായിട്ടല്ല ഞാൻ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുമിധമുള്ള വീഡിയോ വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കസേര എടുക്കുന്നെങ്കിൽ ചവരുമേലെ ടച്ച് ചെയ്തിടുക. അല്ലെങ്കിൽ വെച്ചാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മുന്നോട്ട് അങ്ങനെ നീങ്ങേണ്ട ചാൻസ് ഉണ്ട്, മറിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനാണ് ഞാനിപ്പോൾ സൈഡിലിട്ടൊക്കെ വെച്ച് നിൽക്കുന്നു, കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെവൽ എന്തെങ്കിലും തട്ടി നിൽക്കുന്ന രീതിയിൽ ഇടുക. വെയിറ്റ് ഉള്ളതാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എങ്കിലും നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് ഫസ്റ്റ് ഇതുപോലെ എടുക്കുക. അപ്പോൾ എടുക്കുന്നതിന് മുന്നേ എപ്പോഴും നമ്മളൊന്ന് വാമപ്പ് എടുക്കണം കേട്ടോ. വാമപ്പ് വലുതായിട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് എങ്കിലും നമ്മളൊന്ന് ബോഡി ഒന്ന് ആക്കണം. നന്നായിട്ട് ശ്വാസം കുറച്ച് 2-3 പ്രാവശ്യം ശ്വാസം എടുക്കുക. പിന്നെ കൈക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതുപോലെ ഷോൾഡർ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് വെക്കുക. കഴുത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുക. ഞാനിതിൻ്റെ വാമപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി ചെയ്തിട്ടാണ് ഏത് വർക്കൗട്ടുകളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇറക്കി പിടിക്കുക. എന്നിട്ട് കാല് മെല്ലെ മെല്ലെ ഇതുപോലെ ചവിട്ടി തുടങ്ങുക കേട്ടോ. ഫസ്റ്റ് എടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചവിട്ടി തുടങ്ങുക. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഉയർത്തി ചവിട്ടുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി ചവിട്ടി കൊടുക്കുക. ഇത് നിങ്ങളുടെ വയറിന്, നമ്മുടെ ബാക്ക്, നമ്മുടെ കാലിൻ്റെ ഭാഗം, മുട്ട്, പിന്നെ ഈ മസിലിൻ്റെ ഭാഗം, ഇതെല്ലാത്തിനും കൂടെ ഉള്ള വർക്കാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നമ്മളിത് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ നിൽക്കേണ്ട. അപ്പോൾ പ്രായമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും കേട്ടോ, വീഡിയോ ഫുള്ള് കാണുകയും വേണം കേട്ടോ. പകുതി കണ്ടിട്ട് ഓടിപ്പോകാൻ നിൽക്കേണ്ട. നമ്മുടെ ഹാർട്ടിന് ഏറ്റവും ഉപയോഗമുള്ള കാര്യം കൊണ്ട് ഞാൻ ഈ ഒരു ഇതിൽ തന്നെ ഫുള്ള് നമുക്ക് ഹാർട്ടിനും കൂടെ വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കാലിൽ കൊടുക്കുന്ന വർക്കൗട്ടെല്ലാം ഹാർട്ടിലേക്കാണ്. നമ്മൾ മനസ്സിലാക്കുക, മറ്റെന്തിനേക്കാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ഹാർട്ടിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ എല്ലാവരും വയറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അരക്കെട്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് കുറച്ച് ചെയ്തിട്ട് ഇതേപോലെ ഇത്രയും കാലൊന്ന് ഉയർത്തുക കേട്ടോ. ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കുറച്ച് ചെയ്താണ് പിന്നെ നമ്മളെ ബോഡി കറക്റ്റ് ലെവലിലേക്ക് വരുന്ന ആ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം അനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എണ്ണമായിരുന്നാലും ചെയ്യുന്ന രീതിയൊക്കെ ചേഞ്ച് ആയിക്കോളും. അത് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ ശരീരത്തിന് കൊടുക്കുന്ന ആ വർക്കൗട്ടിലൂടെ നമുക്ക് ശരിയാവുന്ന, അല്ലാണ്ട് ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പൊക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത്രയും പറ്റുന്നുണ്ടെങ്കിൽ അത്ര ചെയ്താൽ മതി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ചെയ്യാണ്ടിരിക്കില്ല കേട്ടോ. ഇതേപോലെ കൊടുക്കുക കേട്ടോ. 50 തന്നെ എടുത്തോളൂ. 50 വട്ടം നിങ്ങൾ എടുത്തോളൂ. 50 കുറയ്ക്കാൻ നിൽക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 30 ആയിക്കോളൂ. പക്ഷേ പിന്നെ നിങ്ങളുടെ എണ്ണം കൂട്ടി എടുക്കേണ്ട നിങ്ങളുടെ ആവശ്യമാണ്. അത്രയും എണ്ണം, നമ്മളൊരു എണ്ണം എപ്പോഴും അങ്ങനെ വെച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ശ്വാസമൊക്കെ വിട്ടിട്ട് എടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ കൊടുക്കുക. സൈഡിൽ ഞാൻ ഇപ്പം നേരെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പിന്നെ സൈഡിലേക്ക്, പിന്നെ കാല് തക്കുക, വീണ്ടും പിന്നെ സൈഡ് കൊടുക്കുക, വീണ്ടും കാല് തക്കുക. ഇതേ കണക്കാണ് ചെയ്യേണ്ടത്. സ്ലോവിൽ ചെയ്താൽ മതി, ഹൈ സ്പീഡിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്തുണ്ടല്ലോ, നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ 2 എല്ലുണ്ട് ഇങ്ങനെ ജോയിൻ്റ് ആയിരിക്കുന്നത്. അത് ഒരുപാട് ടൈറ്റ് ആകുന്നതനുസരിച്ചാണ് നമുക്കിങ്ങനെ ഇരിക്കാനും മടക്കാനും പൊക്കത്തിൽ കയറാനും കാല് വലിച്ച് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ എല്ലാ ജോയിൻസുകളും നമ്മളൊരു പ്രായം കഴിയുമ്പോൾ ബലഹീനമായിക്കൊണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ നമ്മൾ വർക്കൊന്നും നടക്കുമ്പോൾ ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നേരെയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലുള്ള വർക്കൗട്ടിലൂടെയൊക്കെയാണ് നമുക്കത് പറ്റിലുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് സ്ലോയിൽ തന്നെ കൊടുക്കുക. ഇതേപോലെ എടുക്കുക, ഇതേപോലെ സ്ലോയിൽ കാലെടുക്കുക, ചെരിക്കുക, ഇതേപോലെ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം 50 വെച്ചിട്ട് എടുത്തോളൂ. അതിന് ഒരു സംശയവും വയ്ക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ കൊടുത്തോളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കണക്കാണുണ്ടോ, ഇങ്ങനെ നിൽക്കുക, കാലിങ്ങനെ ഇതേ കണക്ക് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഇടുപ്പിൻ്റെ ഭാഗമാണ് ചെരിഞ്ഞ് വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ആ ഇടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒതുങ്ങാനൊക്കെ നല്ലതാണ്. ഇതിങ്ങനെ നിന്നിട്ട് തന്നെ എടുക്കണം. ഇങ്ങനെ നേരെ നിൽക്കുക, ഇടുപ്പിൻ്റെ ഭാഗമാണ് ചെരിച്ച് കൊടുക്കണം. അല്ലാണ്ട് നമ്മളിങ്ങനെ നടന്ന് പോയിട്ട് അങ്ങനെ അപ്പുറവും ഇപ്പുറവും ചെരിഞ്ഞെടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് നമ്മൾ ബലത്തിന് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗം തന്നെ ചെരിച്ച് കൊടുത്തിട്ട് വേണം എടുക്കുക കേട്ടോ. ഇങ്ങനെ നിൽക്കുക, കണ്ടോ, കാലൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നോക്കുക നല്ല രീതിയിൽ. അപ്പോൾ അതേ കണക്കിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്നതെല്ലാം ശ്രദ്ധിച്ചെടുക്കുക കേട്ടോ. തറയിൽ വെച്ച് കാലം അങ്ങടാ വയ്ക്കുന്ന കണ്ടോ. അപ്പോൾ കറക്റ്റിൽ നമ്മളിത് ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ വർക്കൗട്ടും എടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ അതും 50 വെച്ച് തന്നെ എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ കണക്ക് നമുക്കിവിടെ ടൈറ്റ്നെസ്സൊക്കെ മാറി നല്ല ലെവലാവും. കാലിൻ്റെ നമ്മുടെ മസിൽസൊക്കെ സ്ട്രെങ്ത് ആവും. പിന്നെ നമ്മുടെ ബോഡി ബാലൻസിങ് ഒക്കെ ശരിയാവും. അപ്പോൾ ഇതിപ്പോൾ 1 സൈഡാണ്, ഇതേപോലെ മറു സൈഡും എടുക്കണം കേട്ടോ. അപ്പോൾ 1 സൈഡ് നിങ്ങൾ 50 എടുക്കുക, മറു സൈഡ് 50 എടുക്കുക കേട്ടോ. അപ്പോൾ 30 ആണെങ്കിൽ 30 2 വശം എടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് മുന്നോട്ട് കാല് നീട്ടുന്നുണ്ട് കണ്ടതുപോലെ. ഇതും ഞാൻ 1 സൈഡേ കാണിച്ചിട്ടുള്ളൂ, മറു സൈഡ് കൂടെ നിങ്ങളെ കാണിക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞ കണക്ക് നമുക്ക് വയറിന് മാത്രം വയറിനും അരക്കെട്ടിനുമാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രം പോരാ, നമ്മുടെ ബോഡിക്ക് ബാക്കി കുറേ പാർട്സൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ വേണ്ട രീതിയിലുള്ള സമയങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മൾ സ്റ്റെബിലിറ്റി ബാലൻസിങ് ഇതെല്ലാം നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അത് വർക്കൗട്ടിലൂടെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റതിന് ചെയ്യുമ്പോൾ ഇതിന് കുറച്ചൊരു സെക്കൻഡ്സുകൾ, ഒരു 45 സെക്കൻഡ് വെച്ചിട്ട് ഓരോന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇത്ര 50 എണ്ണം വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അതിന് ഒട്ടും പഠിക്കേണ്ട. മറ്റ് വർക്കൗട്ടിൻ്റെ കൂടെ കുറച്ച് സമയം ഇതിനോട് മാറ്റി വെച്ച് തന്നെ വേണം. കാരണം നമ്മുടെ എല്ലാ ബോഡി പാർട്സും നമ്മൾ വർക്കൗട്ട് കൊടുത്ത് റെഡിയാക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ബാക്കി വയറിൻ്റെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഫുൾ ബോഡിക്ക് നമ്മൾ വർക്കൗട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കണ്ടോ. ഇത് ഞാൻ ഫസ്റ്റ് നടന്നിട്ട് കാണിച്ചില്ലായിരുന്നോ, അത് തന്നെയാണ് ഇത് കേട്ടോ. ഇത് കുറച്ചിങ്ങനെ ഓടുന്ന പോലെയാണ് കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്നിങ്ങനെ സ്പീഡിലേക്ക് കൊടുത്തോളൂ. കുറച്ചുകൂടെ കാലം മുകളിലേക്ക് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തവർ ഓടണമെന്ന് ഞാൻ പറയില്ല. ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ കാണിച്ചാൽ മതി. ഓടാൻ പറ്റുന്നവർ ചെയ്തോളൂ. ഹാർട്ടിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കൊടുക്കുന്ന വർക്കൗട്ട്. അപ്പോൾ പറ്റുന്നവർ ഓടി തുടങ്ങിക്കോളൂ, പറ്റാത്തവർ നടന്ന് തന്നെ ചെയ്താൽ മതി കേട്ടോ. എന്തായാലും ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. ഓക്കെ, മറ്റേ എക്സസൈസാണ് കേട്ടോ. അത് ഒട്ടും മറക്കണ്ട. പിന്നെ ഒന്ന് മനസ്സിലാക്കുള്ളൂ, ഒരു മനുഷ്യന് ആദ്യം മരിച്ചു തുടങ്ങുന്നത് കാലിൽ നിന്നാണ്. നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുക. കാരണം കാല് പെരുപ്പ്, കഴപ്പ്, വേദന, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് തന്നെയല്ലേ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യൽ. ആദ്യം അതൊന്നും തുടർന്നുണ്ടാകുന്ന അസുഖങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ കാലിന് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ. അതുകൊണ്ട് ഒട്ടും മടിക്കേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, അവരും കാണട്ടെ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ. ഓളിലൊക്കെ പിടിച്ചിട്ടല്ലേ എപ്പോഴും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.